പ്രകൃതിയെ മഞ്ഞപ്പട്ടണിയിച്ചുകൊണ്ട് പൂത്തു നിൽക്കുന്ന കൊന്നപ്പൂക്കൾ. ഈ കൊന്നപ്പൂക്കളുടെ ഭംഗിയിൽ നാം ഭഗവാനെ കണി കണ്ടുണരുന്ന സുദിനം. ഓരോ മനുഷ്യൻ്റെ മനസ്സിലും പ്രതീക്ഷയുടെ തിരുനാളം കൊളുത്തിക്കൊണ്ട് ഒരു വിഷുപ്പുലരി കൂടി ഇങ്ങ് വന്നെത്തുകയായി. നാം വിഷു ആഘോഷിക്കുന്നത് 2 ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ, നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസം. അന്ന് വസന്തകാലത്തിൻ്റെ ആരംഭമായിരുന്നു. ആ ഓർമ്മയ്ക്കായി നാം വിഷു ആഘോഷിക്കുന്നു. മറ്റൊന്ന്, ലങ്കാപതിയായ രാവണൻ്റെ കൊട്ടാരത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റത് കാരണം ഏറെ കോപിഷ്ഠനായ അദ്ദേഹം സൂര്യനോട് ആജ്ഞാപിക്കുകയുണ്ടായി, ഇനി മേലിലും കിഴക്ക് നിന്ന് ഉദിക്കാൻ പാടില്ലെന്ന്. ഏറെ ഭയപ്പെട്ട സൂര്യൻ പിന്നീട് തിരിച്ചുദിക്കാൻ തുടങ്ങി. അവസാനം രാമൻ രാവണനെ വധിച്ചതിന് ശേഷമാണ് പതിവ് പോലെ കിഴക്ക് നിന്നും സൂര്യൻ ഉദിച്ചു തുടങ്ങിയത്. ഇതും വിഷുവായി ആഘോഷിച്ചു പോന്നു. വിഷു ദിവസം എല്ലാവരും വിഷുക്കണി ഒരുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ചടങ്ങാണ് വിഷുക്കൈ നീട്ടം. നമ്മുടെ ജീവിതത്തിൽ വരും വർഷം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായ എല്ലാ വസ്തുക്കളും നാം കണിയൊരുക്കുന്നു. ഈ കണി കണ്ടുകൊണ്ടായിരിക്കും അന്നത്തെ ദിവസം ഓരോ മനുഷ്യരുടെയും പ്രഭാതം വിടരുന്നത്. വിഷു പ്രതീക്ഷയുടെ ഒരു തിരുനാളം എല്ലാ മനുഷ്യ മനസ്സിലും കൊളുത്തിപ്പോവുകയാണ്. എല്ലാ ആഘോഷങ്ങളും ലക്ഷ്യമാക്കുന്നത് അത് തന്നെയാണ്. സ്നേഹമുള്ള എല്ലാ സൗഹൃദങ്ങൾക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ശുഭദിനം.